ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രാനി സ്ക്വയർ ആയിട്ടാണ്. ഗ്രാനി സ്ക്വയർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ സ്റ്റിച്ചസ് ആണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ടൈലൻ്റ് ഒന്ന് വലിച്ചാൽ ഈ സ്ലിപ്പ് നോട്ട് ചെറുതാവും. നമുക്ക് ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. യാൺവർ ചെയ്യുക. ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. ഈ ഒരു സർക്കിളിലാണ് ഇനി നമ്മൾ ഉള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ 3 ചെയ്യുക. യാണോവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ ഈ സർക്കിളിൽ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഈ ഡബിൾ ക്രോഷ്യയുടെ ഒക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് കണ്ട് പഠിച്ചതിന് ശേഷം ഈ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ചെയിനും 2 ഡബിൾ ക്രോഷ്യയും ചെയ്തു. 3 ചെയിനും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സർക്കിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഒന്നുകൂടി ചെയ്തേക്കുക. 3. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3DC 2 ചെയിൻ 3DC. ഇനി അതുപോലെ തന്നെ 2 എണ്ണം കൂടി ചെയ്തെടുക്കുക. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സെറ്റ് ഡബിൾ ക്രോഷ്യ കിട്ടി. ഇവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. വീണ്ടും ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. അപ്പോൾ നമുക്ക് 4 സെറ്റ് ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഇനി ചെയിൻ 2 ചെയ്യുക. ഫസ്റ്റ് 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് 3 ചെയിൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. 1 2 3 4 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അതിൻ്റെ 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഒരു സെറ്റിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. അങ്ങനെ 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അതിൻ്റെ ഒക്കെ ഇടയിൽ 2 ചെയിൻ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് 3 ചെയിന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴെ ചെയ്ത ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. അത് നമ്മൾ ബോദർ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇനി അത് ആ 2 ലൂപ്പിലൂടെ യാണോവർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെയിന്, 2 ചെയിന്, 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാൻ യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു സ്പേസ് ഇതാ
ഈ ഒരു സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസ്, ഈ 3 ചെയിനിൻ്റെ എത്തുന്നതിൻ്റെ മുന്നുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ ബാക്കിൽ, ഈ ഒരു സ്പേസിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യാം. ഇത് നമ്മൾ അടുത്ത സ്പേസാണ്. ഈ അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് നമുക്ക് ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് ഇതിൽ 4 കോർണറാണ് ഉണ്ടാവുക. ഈ 4 കോർണറിലും നമുക്ക് ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ 4 സ്പേസാണ് ഉണ്ടാവുക. വേണമെങ്കിൽ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം, എന്നിട്ട് ഫസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 4 സ്പേസ് കിട്ടും. അപ്പോൾ ഈ 4 സ്പേസിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ പിന്നുണ്ടെങ്കിൽ ആ പിന്നോ അല്ലെങ്കിൽ വേറെ കളർ ചെയ്യാണോ എന്തെങ്കിലും ഒന്നിങ്ങനെ ഒരു മാർക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഓരോ കോർണർ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് 4 കോർണറിലും 4 സ്പേസാണ് ഉണ്ടാവുക. ആ 4 സ്പേസിൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 4 സ്പേസാണ് ഉണ്ടാവുക. ആ 4 സ്പേസിലും നമുക്കിതുപോലെ 4 സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പം പിന്നെ ഈ സ്റ്റിച്ച് മാർക്കറാണ് നമ്മൾ 4 കോണായിട്ട് നമ്മൾ കണക്കാക്കുക. ഇനി നമുക്ക് ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം യാണിനെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് തന്നെ, ഈ ഒരു ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. 1 2 സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ഈ ഒരു സ്പേസിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ 4 സ്റ്റിച്ച് മാർക്കർ വെച്ച ഫസ്റ്റത്തെ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്പേസിലാണ് ഞാൻ ഈ ഒരു 3 DC ചെയ്യുന്നത്. 3 ചെയിൻ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ബാലൻസ് 2 DCയും കൂടി ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 DC കിട്ടി. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ അടുത്ത സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ആ ഒരു സ്പേസിലേക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ സ്പേസിൽ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ സ്പേസിൽ 3 DC ചെയ്യാം. 1 2 3 3 DC ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്യാം. പിന്നെയും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ 3 DC ചെയ്ത സ്പേസ്, ആ സ്പേസിൽ തന്നെ നമ്മൾ ഒരു 3 DCയും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 3 DC കൂടി ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ ചെയ്തിട്ടുള്ളത് 3 DC 2 ചെയിൻ 3 DC, അങ്ങനെ ഈ ഒരു കോർണറിൽ നമ്മൾ 6 DC ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് 2 ചെയിൻ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കോർണർ ഉണ്ടല്ലോ, 3 DC കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു സ്പേസ് കിട്ടും. ആ സ്പേസിൽ വീണ്ടും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ സെക്കൻഡ് റൗണ്ടിലത്തെ കോർണറാണ് ഇത്. ഇനി ഞാൻ ഇവിടെ 3 DC കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ 1 ചെയ്യാണ്. ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച കോർണർ ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ ചെയ്തതുപോലെ തന്നെ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ആദ്യം നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. 2 3 DC ചെയ്തു. ചെയിൻ 2 ചെയ്യാം. വീണ്ടും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. 1 2 3 4 കോർണറാണ് നമുക്കുള്ളത്. 4 കോർണറിലും നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 3 DC കഴിഞ്ഞിട്ട് 2 ചെയിൻ ചെയ്ത ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ
സെക്കൻഡ് കോർണറിൻ്റെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഇനി അടുത്ത ഈ സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 3DC 2 ചെയിൻ 3DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. 3DC ചെയ്യാം. 1 2 3 3DC ചെയ്തു. ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 കോർണറിൽ ചെയിൻ 2 ആണ് ചെയ്യുന്നത്. yarn over ചെയ്യുക. വീണ്ടും ഈ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോർണറിലും നമുക്ക് 3DC 2 ചെയിൻ 3DC എന്നുള്ള ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് 3DC കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ ഒരു 3DC ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയത്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ ഒരു 3DCയും കൂടി ചെയ്താൽ നമ്മൾ ഈ കോർണർ കിട്ടും. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC ചെയ്യാം. 1 2 3 3DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 4th കോർണർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ കോർണറിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ 4 കോർണറാണ് ഇവിടെ ഇങ്ങനെ ഉള്ളത്. ഈ 4 കോർണറിലും നമ്മൾ ഓരോ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് റൗണ്ട് എത്തിയപ്പോൾ നമ്മൾ ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു രൂപമാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ സ്പേസ് ഇതിൽ 2 ലൂപ്പ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? yarn over ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. yarn over ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഈ കോർണർ എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ കോർണർ തേർഡ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 4 കോർണറിലും 3 DC 2 ചെയിൻ 3DC 2 1 ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് 3DC ചെയിൻ 1 ചെയ്ത ശേഷം ഈ കോർണർ ഇവിടെ ആണല്ലോ, സ്റ്റിച്ച് മാർക്കർ ഉള്ള ഭാഗത്താണല്ലോ കോർണർ ഉള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലും നമുക്ക് 3DC ചെയ്ത് കൊടുക്കാം. 3DC കൂടി ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 3DC 1 2 3 3DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു കോർണറിലുള്ള സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കോർണറിൽ ഈ സ്പേസിലുണ്ടല്ലോ, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 3DC 2 ചെയിൻ 3DC ചെയ്യുക. എല്ലാ കോർണറിലും നമുക്ക് 3DC 2 ചെയിൻ 3DC എന്നുള്ള പാറ്റേൺ ആണ് ഉണ്ടാവുക. 1 2 3 3DC ചെയ്തു. 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 ഈ കോർണറിൽ നമ്മൾ 3DC 2 ചെയിൻ 3DC ചെയ്തു. ഈ 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമ്മൾ സ്റ്റിച്ച് മാർക്ക് വെച്ച് കൊടുക്കുകയാണ്. അടുത്ത കോർണർ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 3DC 2 ചെയിൻ 3DC ചെയ്തു. ഒരു ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഈ കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലും നമുക്ക് 3DC ചെയ്ത് കൊടുക്കാം. 1 2 3 3DC ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അപ്പോൾ കോർണറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 3DC 2 ചെയിൻ 3DC സെയിമിൽ തന്നെ ചെയ്യും.
അപ്പോൾ നമുക്ക് 3DC ചെയ്യാം. 1 2 1 2 3 3DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3DC ചെയ്യുക. അപ്പോൾ കോർണറിൽ നമുക്ക് ഒരു സ്പേസിൽ തന്നെ 3DC 2 ചെയിൻ 3DC കിട്ടണം. ആ ഒരു ഭാഗമാണ് നമ്മൾ കോർണർ എന്ന് പറയുന്നത്. 3DC 2 ചെയിൻ 3DC. വീണ്ടും നമ്മൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ഭാഗം സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിൽ വീണ്ടും നമ്മൾ 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് 3DC 1 2 3 3DC ചെയ്തു. 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. അപ്പോൾ എല്ലാ കോർണറിലും 4 കോർണറാണ് നമുക്ക് ഓരോ റൗണ്ടിലും ഉണ്ടാവുക. ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC 2 ചെയിൻ 3DC ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. വീണ്ടും നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ സ്പേസിൽ നമ്മൾ 3DC ആണ് ചെയ്യുന്നത്. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3DC ചെയ്ത് വെച്ച ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അടുത്ത 3DC ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കോർണറാണ് നമ്മൾ. ഈ അടുത്ത കോർണറിൽ നമ്മൾ 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. 3DC 2 ചെയിൻ ചെയ്യുക. 2 ചെയിൻ ചെയ്തപ്പോഴും ഓൾറെഡി നമ്മൾ 3DC ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണർ നമ്മൾ 3 ചെയിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4th റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാനി സ്ക്വയറിൻ്റെ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. 4 കോർണറിലും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ 3DC 2 ചെയിൻ 3DC ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ചെയിൻ 1 ചെയ്തിട്ട് 3DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്തു. വീണ്ടും നമ്മൾ ഈ കോർണറിൽ എത്തുമ്പോൾ 3DC 2 ചെയിൻ 3DC ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 DC കൂടി ചെയ്ത് കൊടുക്കാം. 1 2 2 DC കൂടി ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലെ കോർണറിൽ 3DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു സ്പേസ് ഉണ്ടായിട്ടുള്ളത്. താഴെ നമുക്ക് ഒരു സ്പേസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ റൗണ്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് 2 സ്പേസ് ഉണ്ട്. ഈ താഴെ ഈ ഒരു സ്പേസിൽ നമ്മൾ 3DC ചെയ്തു. അപ്പോൾ നമ്മൾ കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ 2 സ്പേസ് ഉണ്ട്. അപ്പം ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. നമുക്ക് ചെയിൻ 1 ചെയ്യാം.
അപ്പോൾ ഇവിടെയും കൂടി ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഇൻക്രീസിങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് 3DC ചെയ്യാം. ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC ചെയ്യാം. വൺ 2 3 3DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ 2 സ്പേസിലും 3DC വീതം ചെയ്തു. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കോർണർ എത്തിയത്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൻ്റെ കോർണർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് 3DC 2 ചെയിൻ 3DC ആണ് നമ്മളെ കോർണറിൽ നമ്മൾ ചെയ്യുന്നത്. 1 2 3 3DC. വീണ്ടും നമുക്ക് 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. ടോട്ടൽ നമ്മൾ ഓരോ കോർണറിലും 6DC വീതം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് എഴുതി വെക്കണം. എന്നാലേ നമുക്ക് ഓരോ സ്റ്റേജിലും അങ്ങനെ ഓരോ റൗണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ല, നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അടുത്ത റൗണ്ട് എത്തുമ്പോൾ നമ്മളെ കോർണർ മനസ്സിലാവാനാണ് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചത്. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ഇവിടെ 2 സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ 2 സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. വീണ്ടും ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോർണറാണ്. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. കോർണറിൽ നമ്മൾ ചെയ്യുന്നത് 6 ഡബിൾ ക്രോഷ്യ ആണ്. അതിന് ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. അതിനുശേഷം ചെയിൻ 2 ചെയ്യും. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കാം. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യാം. ഇനി ഇവിടെ 2 സ്പേസ് ഉണ്ട്. 2 സ്പേസിലും നമുക്ക് 3DC വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും ഈ ഒരു സ്പേസിൽ 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കോർണറാണ്. ആ കോർണറിൽ ഞാനിവിടെ ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറന്നുപോയി. ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 3DC ചെയ്യാം. 1 2 3 3DC ചെയ്യുക. 2 ചെയിൻ 1 2 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയ്യുക. നമുക്കിവിടെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഓരോ കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെക്കണേ, മറന്നു പോകരുത്. ഞാൻ നേരത്തെ തന്നെ മറന്നുപോയി. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യാം. 1 2 3 3DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത 3DC ചെയ്ത ആ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ വീണ്ടും 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഓൾറെഡി നമ്മൾ
3DC ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്യുക. 2 ചെയ്തതിന് ശേഷം 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ 3DC 2 ചെയിൻ 3DC ഈ കോർണറിലും ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച 4 കോർണർ മാത്രം 3DC 2 ചെയിൻ 3DC 3DC 2 ചെയിൻ 3DC എന്ന് ചെയ്യുന്നത് ഈ 4 കോർണറിൽ. ബാക്കി എല്ലാ സ്ഥലത്തും ചെയിൻ 1 ചെയ്യുക, ഈ ഒരു സ്പേസിൽ 3DC ചെയ്യുക, വീണ്ടും ചെയിൻ 1 ചെയ്യുക, 3DC ചെയ്യുക. ഈ കോർണറിൽ മാത്രം 3DC 2 ചെയിൻ 3DC. അതൊരു നോട്ട് എഴുതി നിങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എത്ര മെഷർമെൻറ്റ്, ഇതിപ്പോൾ ടേബിൾ മാറ്റോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് വരെ ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം. നിങ്ങളെ പിന്നെ എടുക്കുന്ന മെഷർമെൻറ്റ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു റൗണ്ട് കൂടി കാണിക്കാം. നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഒരു സ്പേസിൽ വീണ്ടും നമുക്ക് 2 DC കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 3 DC കിട്ടും. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ നമ്മൾ 3 DC ചെയ്യുക. ഈ ഒരു സ്പേസാണ് നമുക്ക് ഓരോ റൗണ്ടിലും ആഡായി വരുന്നത്. അപ്പോഴാണ് ഇൻക്രീസ് ആയി വരുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്ക്വയർ വലിപ്പം മെഷർമെൻറ്റ് കൂടി വരുന്നത്. ഇപ്പോൾ താഴെ നമുക്ക് ഒരു 3 DCൻ്റെ ഒരു സെറ്റാണ് കിട്ടിയത്, പിന്നെ ഒരു കോർണറും. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ട് ചെയ്തപ്പോൾ 3 DCൻ്റെ 2 സെറ്റ് കിട്ടി. ഈ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് 3 DCൻ്റെ 3 സെറ്റ് കിട്ടും. ഒരു സെറ്റിൽ ചെയ്തു. ഇത് അതുപോലെ തന്നെ അടുത്ത സെറ്റിൽ 3 DC ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സെറ്റായി. ഓരോ സെറ്റിൻ്റെ നടുവിലും കഴിഞ്ഞിട്ട് ഓരോ ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. അടുത്തത് 3ാമത്തെ സെറ്റ് കിട്ടി. അങ്ങനെ ഈ റൗണ്ട് ആയപ്പോൾ നമുക്ക് 3 സെറ്റായി. അങ്ങനെ ഈ ഒരു ഇതാണ് നമുക്കിങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത്. അപ്പം താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് ഒരു സെറ്റും പിന്നെ കോർണറാണ് കിട്ടിയിട്ടുള്ളത്. ഈ റൗണ്ട് വന്നപ്പോൾ 2 സെറ്റും കോർണറും കിട്ടി. ഈ റൗണ്ട് വന്നപ്പോൾ 3 സെറ്റും കോർണറുമാണ് കിട്ടുക. അപ്പോൾ ഒരു കോർണറും കൂടി ചെയ്യാം. അതിൻ്റെ ഇടയിലൊക്കെ ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. കോർണറിൽ മാത്രം നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. നമുക്ക് ഈ കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 3 DC 1 2 3 DC ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. കോർണറിൽ മാത്രം 3 DC 2 ചെയിൻ 3 DC, ബാക്കി എല്ലായിടത്തും 3 DC എന്ന് എല്ലാ സ്ഥലത്തും എല്ലാ സ്പേസിലും 3 DC ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാനി സ്ക്വയർ കിട്ടും എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോർണറിൽ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് 4 കോർണറാണ് ഓരോ റൗണ്ടിലും ഉണ്ടാവുക. ആ കോർണറിൽ മാത്രമാണ് നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക കേട്ടോ. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ 3 സ്പേസ് ഉണ്ട്. ഈ 3 സ്പേസിലും കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് 1 2 3 സ്പേസ് ഉണ്ട്. ഈ 3 സ്പേസിലും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കണം. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. കോർണറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 DC 2 ചെയിൻ 3 DC ആണ് കോർണറിൽ ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്തതിന് ശേഷം കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2
3 DC ചെയ്തു. ചെയിൻ 2 ചെയ്യുക. സെയിം കോർണറിൽ തന്നെ 3 DC കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 DC കൂടി ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ഭാഗത്തും നമുക്ക് 3 സ്പേസ് ആണ് കിട്ടുന്നത്. ആ 3 സ്പേസിലും 3 DCയുടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത കോർണറിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. ഈ അടുത്ത കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി കോർണറിൽ വീണ്ടും 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. 1 2 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും 3 DC ചെയ്യുക. സ്പേസിൽ 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 DC ചെയ്യുക. ഈ സ്പേസ് അടുത്ത സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിലാണ്, ഈ ഒരു സ്പേസിൽ ലാസ്റ്റ് കോർണറാണ്. ഈ ഒരു കോർണറിൽ നമ്മൾ ഓൾറെഡി 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 3 1 2 3 DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ഈ ഒരു ടോപ്പിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. അപ്പോൾ നമുക്കിത് എത്ര വലുപ്പത്തിലോ, ഞാൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റിൻ്റെ വലുപ്പത്തിലോ നമുക്ക് ടേബിൾ മാറ്റിൻ്റെ വലുപ്പത്തിലോ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഈ കറക്റ്റ് ഗ്രാനി സ്ക്വയർ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 3 DCയുടെ 3 സെറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 4 കോർണർ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. 3 DC 2 ചെയിൻ 3 DC അങ്ങനെ 4 സ്ഥലത്ത് ചെയ്തു. പിന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. പിന്നെ നമുക്ക് ഇൻക്രീസിങ് വരുന്നത് 4 കോർണറിലും 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. പിന്നെ ഇൻക്രീസിങ് വരുന്നത് ഇവിടെ ഈ ഒരു റൗണ്ടിൽ 3 DCൻ്റെ ഒരു സെറ്റാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പോൾ 2 സെറ്റ് കിട്ടി. തേർഡ് റൗണ്ടിലേക്ക് വന്നപ്പോൾ ഈ 3 DCൻ്റെ 3 സെറ്റ് കിട്ടി. ഇനി അടുത്ത റൗണ്ട് ആകുമ്പോൾ 3 DCൻ്റെ 4 സെറ്റ് കിട്ടും. പിന്നെ അതിൻ്റെ അടുത്ത റൗണ്ട് ആകുമ്പോൾ 5 സെറ്റ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.